ജെയിംസ് വാട്ട് ആവി ഉപയോഗിച്ച് ആവിയന്ത്രം ഉണ്ടാക്കിയപ്പോൾ ഇവിടെ തങ്കമ്മ അതേ ടെക്നോളജി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കിയെന്ന് നമ്മൾ അഹങ്കാരത്തോടെ പറയുന്നത് സത്യമാണോ? 15-ാം നൂറ്റാണ്ട് വരെ പഴക്കമുണ്ട് പുട്ടിന്. കേരളത്തെ കൂടാതെ തമിഴ്നാട്, പോണ്ടിച്ചേരി, ശ്രീലങ്ക, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലെല്ലാം പുട്ടുണ്ടാക്കാറുണ്ട്. എന്നുവെച്ചാ പോർച്ചുഗീസ് മുതൽ നോർത്ത് ഈസ്റ്റ് വരെ നീളുന്നു പുട്ടിന്റെ ചരിത്രം. 300-ൽ പരം പുട്ട് നമുക്കിടയിലുണ്ട്. ക്യാരറ്റ്, ബീഫ്, കപ്പ, ചക്ക എന്നു വേണ്ട, കൈ കിട്ടുന്നത് എന്തുമിട്ട് പുട്ടുണ്ടാക്കുന്നവർ വരെയുണ്ട്. എന്തിനു വേറെ പുട്ട് ഐസ്ക്രീം വരെ എത്തി. പുട്ടിനു വേണ്ടി മാത്രം ഹോട്ടൽ വരെ ഇവിടെ ഉണ്ട്. എന്നാൽ ഇപ്പൊ പറയാൻ പറ്റുമെന്നറിയില്ല, വീട്ടിലെ പുട്ടത്ര പോരാ. ഗോതമ്പ് പുട്ടാണെങ്കിൽ ഒരു കൈ നോക്കാം. സത്യം പറയട്ടെ, വീട്ടമ്മമാരുടെ സൂത്രപ്പണിയാണ് പുട്ട്. നനച്ചെടുത്താ പിന്നെ ആവി കയറ്റിയങ്ങ് എടുത്താ മതി. കറിയും വെക്കണ്ട. 2 പഴം കൂടി കൊടുത്ത പ്രഭാത ഭക്ഷണം കഴിഞ്ഞു. ഒരു പാക്കറ്റ് പുട്ടുപൊടിയും 1 കിലോ പഴം കൂടി ഉണ്ടെങ്കിൽ 4-5 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് എന്ന് വിചാരിക്കുന്നവരിൽ ഒരാളാണ് ഞാനും. ഇന്നും പുട്ടോ എന്നും പറഞ്ഞ് പ്ലേറ്റ് നോക്കി മിഴിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ.